ഹായ് കൂട്ടുകാരെ, 12ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന വ്യഞ്ജനാക്ഷരങ്ങൾ അനുനാസികങ്ങൾ എന്നറിയപ്പെടുന്ന ങ, ഞ, ണ, ന, മ എന്നീ അക്ഷരങ്ങളാണ്. കൂടെ തന്നെ എ, ഐ എന്നീ സ്വരാക്ഷരങ്ങളും അവയുടെ ചിഹ്നങ്ങളായ ഇരട്ടപ്പുള്ളിയും രണ്ടൊറ്റപ്പുള്ളിയും ചേർത്ത് ഈ അനുനാസികങ്ങളെ എഴുതുന്ന രീതിയും ആണ് പരിചയപ്പെടുത്തുന്നത്. വർഗത്തിലെ അവസാനത്തെ അക്ഷരമാണ് ങ, അഞ്ചാമൻ. അതേപോലെ കവർഗം, ചവർഗം, ഡവർഗം, തവർഗം, പവർഗം ഈ കുടുംബങ്ങളിലെ അഞ്ചാമത്തെ അക്ഷരങ്ങളാണ് ങ, ഞ, ണ, ന, മ എന്ന് ഓർമ്മയിൽ ഇരിക്കട്ടെ. ഇവയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. മൂക്കിൻ്റെ സഹായമില്ലാതെ ഇവയെ ഉച്ചരിക്കുക സാധ്യമല്ല. അതുകൊണ്ടാണ് ഇവയെ അനുനാസികങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ മൂക്കൊന്ന് അടച്ചു പിടിച്ച് ഇവയെ വായിച്ചു നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. മൂക്കൊന്ന് അടച്ചു പിടിച്ച് വായിച്ചു നോക്കൂ. ഗ, ജ, ഡ, ഡ, ബ. മൂക്കില്ലാതെ ഇത് ഉച്ചരിക്കുക അസാധ്യമെന്ന് മനസ്സിലായല്ലോ. ഈ ഒരു പുസ്തകം കേരള വിജ്ഞാനകോശം എഴുതിയിട്ടുള്ളത് ഡോക്ടർ KV സനൽകുമാറാണ്. അദ്ദേഹം ഖൃ എന്ന അക്ഷരം ഈ പുസ്തകത്തിൽ പ്രത്യേകിച്ച് ഖൃവിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് എഴുതിയിരിക്കുന്ന ഒരു രീതിയാണ് ഞാനിവിടെ പരിചയപ്പെടുത്തിയത്. ഋക്ക് എന്നുള്ള ഈ ഒരു വാക്ക് ഖൃവിൻ്റെ സ്ഥാനം നന്നായിട്ട് നോക്കുക. ഘൃ 2 വരയുടെ താഴെയാണ് അതിൻ്റെ അടിഭാഗം കിടക്കുന്നത്. പക്ഷേ ഇന്ന് പലരും എഴുതുന്നത് ഖൃ എന്ന അക്ഷരം മുകളിലാണ്. നമ്മൾ ഖണ്ഡികകൾ എഴുതുമ്പോൾ ഖൃ എന്ന അക്ഷരത്തെ മുകളിലേക്ക് എഴുതിയാണ് സൂചിപ്പിക്കുന്നത്. ശരിയായ രീതി പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ഖൃ താഴേക്കാണ് അതിൻ്റെ ആ മുറുക്കം പോകേണ്ടതെന്ന് പറയട്ടെ. ഇനി ഇതിനെ ഞാൻ കോപ്പിയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടില്ല ഖൃ എന്ന അക്ഷരത്തെ. അതുകൂടി ഈ ഒരു ക്ലാസ്സിൽ പരിചയപ്പെടുത്താം. എ എന്ന അക്ഷരവും അങ്ങനെ തന്നെയാണ്. 2 വരയുടെ താഴേക്ക് കുറച്ച് ഭാഗം പോകേണ്ടതുണ്ട്. ഈ ഒരു വാക്ക് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഇട്ട എന്ന അക്ഷരമാണ് അടുത്ത് കിടക്കുന്നത്. അതിൻ്റെ ആ താഴത്തെ ഭാഗവും 2 വരയുടെ താഴേക്കാണ് പോകേണ്ടത് എന്നും കൂടി പറയട്ടെ. ഇനി ഞാൻ ഖൃ എന്ന അക്ഷരവും എ എന്ന അക്ഷരവും കോപ്പിയിൽ എഴുതുന്നതും കൂടി ഈ ക്ലാസ്സിൽ പറഞ്ഞു തരാം. നമുക്ക് ഖൃ എഴുതിയാലോ. 2 വരയുടെ ഈ ഒരു മധ്യഭാഗത്തുനിന്ന് മുകളിലേക്കാണ് പോകേണ്ടത്. ഈ 2 വര മുട്ടി താഴേക്ക് ഈ വരയിലേക്ക് ഇറങ്ങി ഈ ഒരു മുറുക്കം ഇതിൻ്റെ ഒപ്പം വന്ന് ഇവിടെ ചെന്ന് മുറുക്കുക. ഖൃ. അപ്പം ശരിയല്ലാത്ത രീതി ഇതാണ്. ഇങ്ങനെ എഴുതരുത്, ഇങ്ങനെ തന്നെ എഴുതാൻ ശീലിക്കണേ. ഇനി എ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുക? പ എന്ന ഒരു അക്ഷരം ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെയാണ് എഴുതുക. ഇവിടെ നിർത്തും പലരും. ഇവിടെ നിർത്തരുത്. നമ്മൾ എന്ത് ചെയ്യണം? ഈ മുറുക്കത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് വേണം നിർത്താൻ. അതാണ് ഞാൻ പറഞ്ഞത്. 2 വരയുടെ പുറത്തേക്ക് കുറച്ച് ഭാഗം എയിൻ്റെ പോകേണ്ടതുണ്ട്. ശരിയായ രീതിയിൽ തന്നെ പഠിച്ചു പോകണം നമ്മൾ. ഈ ഭാഗം കുറച്ച് 2 വരയുടെ താഴേക്ക് വരണം. ഒരുപാട് വരരുത്. ഇവിടെ കൊണ്ടുവന്ന് നിർത്തണേ. ങ, ഞ, ണ, ന, മ എന്നീ വ്യഞ്ജനാക്ഷരങ്ങൾക്കൊപ്പം ഇരട്ടപ്പുള്ളിയും രണ്ടൊറ്റപ്പുള്ളിയും ചേർന്ന് വരുമ്പോൾ എങ്ങനെ വായിക്കും? നോക്കൂ. ഇരട്ടപ്പുള്ളി ങ, ഞേ ദീർഘമായി വായിക്കുക. ഇരട്ടപ്പുള്ളി ഞ, ഞേ. ഇരട്ടപ്പുള്ളി ണ, നേ. ഇരട്ടപ്പുള്ളി ന, നേ. ഇരട്ടപ്പുള്ളി മ, മേ. രണ്ടൊറ്റപ്പുള്ളി ഇട്ടിട്ട് ങ്ങാട്ടാൽ ngൈ. രണ്ടൊറ്റപ്പുള്ളി ഞ, ഞൈ. രണ്ടൊറ്റപ്പുള്ളി ണ, നൈ. രണ്ടൊറ്റപ്പുള്ളി ന, നൈ. രണ്ടൊറ്റപ്പുള്ളി മ, മൈ. ഇത് കോപ്പിയിൽ എഴുതുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് തന്നെ എഴുതണം. ഈ ചിഹ്നങ്ങളെ പ്രത്യേകിച്ച് നിങ്ങൾ പറഞ്ഞ് തന്നെ എഴുതണം. കോപ്പി എഴുതാതെ വെറുതെ ക്ലാസ് കണ്ടിട്ട് ഒരു കാര്യവുമില്ലെന്ന് പ്രത്യേകം പറയട്ടെ. ഇനി നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങളോടൊപ്പം ഇരട്ടപ്പുള്ളിയും രണ്ടൊറ്റപ്പുള്ളിയും ചേർത്തി എങ്ങനെ കോപ്പി പുസ്തകത്തിൽ എഴുതാമെന്ന് പരിചയപ്പെടുത്താം. നോക്കൂ. ഇരട്ടപ്പുള്ളി നമ്മൾ പഠിച്ചതാണല്ലേ. ഇരട്ടപ്പുള്ളി ങ, ങ ഇങ്ങനെ തന്നെ എഴുതണം. ഇത് ഒറ്റ ങ്ങായാണ്. ഇതിൻ്റെ ഇരട്ടിപ്പ് വരുമ്പോഴാണ് ങ ആവുന്നത്. അത് ഞാൻ പിന്നീട് നിങ്ങളെ പഠിപ്പിക്കാം. ഞേ. അടുത്ത ഭാഗത്ത് കോപ്പിയുടെ റൈറ്റ് സൈഡിൽ നിങ്ങൾ എഴുതേണ്ടത് അടുത്ത ഭാഗത്ത്
ngൈ. ഇത് ലെഫ്റ്റ് എഴുതുക, അത് റൈറ്റ് എഴുതുക കേട്ടോ. ngേ ngൈ. ഇനിയോ അടുത്ത അക്ഷരം ഞേ. ഇതുപോലെ തന്നെയാണ്. ഇവിടെ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു താ കൂടി ഇട്ട് കൊടുക്കും. ഇതാണ് തോർക്കാനുള്ള എളുപ്പവഴി. ഞേ ഞേ ഞൈ. ഞേ ഞൈ. അടുത്തത് നേ. ഇത് തന്നെയാണ് വരുന്നത് കണ്ടോ. നേ. അടുത്തത് ഒരു നാട്ട് കൊടുക്കുക. അതാണ് അത് ഓർക്കാനുള്ള എളുപ്പവഴി. നേ നൈ. നൈ നൈ. നേ നൈ. അടുത്തത് നേ. എളുപ്പമാണ് കണ്ടോ. നേ. ഞാൻ നമ്മൾ പഠിച്ചതല്ലേ. നൈ. നേ നൈ. അടുത്തതോ മേ. മേ. മാ പഠിച്ചതാണ്. മൈ. മേ മൈ. ഇതെങ്ങനെ വായിക്കാം ഇനി? ഞേ ngൈ. ഞേ ഞൈ. നേ നൈ. നേ നൈ. മേ മൈ. അപ്പം നിങ്ങൾ കോപ്പിയുടെ 12ാമത്തെ പേജ് എഴുതി നിറയ്ക്കേണ്ടത് വായിച്ചാണ് നിറയ്ക്കേണ്ടത്. വളരെ പതുക്കെയാണ് എഴുതേണ്ടത്. കടലാസ് പെൻസിൽ മാത്രം ഉപയോഗിച്ച് വേണം എഴുതാൻ. ഞേ ngൈ. ഞേ ഞൈ. നേ നൈ. നേ നൈ. മേ മൈ. എഴുതുമ്പോൾ എന്ത് പറയണം? ഇരട്ടപ്പുള്ളിങ്ങ, ഇരട്ടപ്പുള്ളിഞ്ഞ, ഇരട്ടപ്പുള്ളിന്ന, ഇരട്ടപ്പുള്ളിന്ന, ഇരട്ടപ്പുള്ളിമ്മ. രണ്ടൊറ്റപ്പുള്ളിങ്ങ, രണ്ടൊറ്റപ്പുള്ളിഞ്ഞ, രണ്ടൊറ്റപ്പുള്ളിന്ന, രണ്ടൊറ്റപ്പുള്ളിന്ന, രണ്ടൊറ്റപ്പുള്ളിമ്മ. അപ്പം നിങ്ങളുടെ മനസ്സിൽ ചിഹ്നങ്ങൾ ഇങ്ങനെ മറക്കാതെ കിടക്കും. കൂട്ടുകാരെ, 25 വ്യഞ്ജന അക്ഷരങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. ഇനിയും 11 പഠിക്കാൻ കിടക്കുന്നു. 14 സ്വരാക്ഷരങ്ങളുടെ ചിഹ്നങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നങ്ങൾ പഠിക്കാനില്ല, കഴിഞ്ഞു. 10 സ്വരാക്ഷരങ്ങളാണ് പഠിച്ചു കഴിഞ്ഞത്. ഇനി 5 ബാക്കി കിടപ്പുണ്ട്. ചന്ദ്രക്കല നമ്മൾ അഥവാ മീത്തൽ പഠിച്ചു കഴിഞ്ഞു. ഇനിയും വ്യഞ്ജന ചിഹ്നങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, കൂട്ടക്ഷരങ്ങൾ പഠിക്കാനുണ്ട്. അതേപോലെ ഒരുപാട് കാര്യങ്ങൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞു തരുന്നതാണ്. അപ്പം എല്ലാവരും ക്ലാസ് ഫോളോ ചെയ്യണം, ഇടവിട്ട് കാണരുത്. തുടർച്ചയായിട്ട് തന്നെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യണമെന്ന് പ്രത്യേകം പറയട്ടെ. അടുത്ത ക്ലാസ്സിൽ കാണാം.